പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് ഇപ്പോൾ ഈ പാരഡി ഗാനം പോറ്റിയെ കേറ്റിയെ എന്ന ഈ പാരഡി ഗാനത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഗാനരചയിതാവിനെ പ്രതി ചേർത്തിട്ടുണ്ട്. അഷിൻ ഡിയാഗോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷിൻ ഡിയാഗോ, പരാതി കൊടുത്തത് തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ബി ടീമാണ്. എ ടീം വേറെ ഉണ്ടെന്ന് പറയുന്നു. ഹരിദാസ് പറയുന്നത് അവരാണ് ടീമെന്ന് പറയുന്നു. ഇത് പ്രസാദിന്റെ ടീമാണ്. അപ്പോൾ ആ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയാണോ ഇപ്പോൾ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? എന്താണ് എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അഷിൻ? അരുൺ, നിലവിൽ നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പാരഡി പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് ഇപ്പോൾ ഈ പരാതിയിന്മേൽ കേസെടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ ഗാനരചയിതാവിനെ പ്രതി ചേർത്താണ് നിലവിലിപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ പാരഡിക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ അത്തരത്തിൽ, അതായത് ഈ പാരഡി ഗാനങ്ങൾ, അതായത് പ്രത്യേകിച്ചും ഭക്തിഗാനങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു ഗാനമാണ് ഇത്. അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ചട്ടവിരുദ്ധമായി ഉപയോഗിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു പരാതി ലഭിച്ചിരിക്കുന്നത്. പരാതിയിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് നിലവിൽ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഗാനരചയിതാവിന്റെ പേരിലാണ് പ്രതി ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുകയും ചെയ്യുന്നത്. കൃത്യമായ ഒരു നിയമോപദേശം ലഭിച്ചതിന് ശേഷമാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഭാഗത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു ഭാഗത്ത് ഇത്തരത്തിലുള്ള കേസ് എടുക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കളടക്കം, പ്രത്യേകിച്ച് PC വിശ്വനാഥ് അടക്കമുള്ളവർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിട്ടുള്ളതാണ്. ഈ ഒരു പാരഡി ഗാനം കൊണ്ട് CPM-ന് വല്ലാതെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നതടക്കമുള്ള ഗാനങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. കേസെടുക്കുന്ന ഒരു വെറും കോമഡിയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. മറുഭാഗത്ത് തന്നെ IFFK-യുടെ സംഭവം നമ്മൾ കണ്ടതാണ്. ചില സിനിമകളുടെ പ്രദർശനം, അതിന്റെ അനുമതി നിഷേധിച്ചതോടുകൂടി വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലുള്ള പ്രതികളാണ് നിലവിൽ ചേർക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ കുഞ്ഞുപിള്ള, ഡാനിഷ് മലപ്പുറം, CMS മീഡിയ, സുബൈർ പന്തല്ലൂർ എന്നിവരെയാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. കുഞ്ഞബ്ദുള്ള അല്ലെ എഴുതിയത്? അദ്ദേഹം ഒരു ഖത്തറിലെ ഒരു പ്രവാസിയാണ്. മതവികാരം വ്രണപ്പെടുത്തിയതിനും ഇരു വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് നോൺ ബെയിലബിൾ ആണല്ലോ അല്ലേ? അരുൺ, നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെയാണ്. ഇത് നിലവിലിപ്പോൾ ഒരു കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. ഇനി പ്രാഥമിക അന്വേഷണം കൂടുതൽ നടത്തേണ്ടതുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പ് ഗാനമായാണ് ഇത് പുറത്തിറങ്ങിയെങ്കിൽ പോലും ഇത്തരത്തിൽ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള വരികളാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ പരാതിയിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗാനരചയിതാവിനെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ കൂടുതൽ ഈ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യത കൂടിയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് ഗാനം, അത് ഏത് നിലയിലേക്കും നമുക്കറിയാം. സാധാരണ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പല സിനിമാ ഗാനങ്ങളുടെയും, പ്രത്യേകിച്ച് ആ സമയത്ത് ഏത് സിനിമാ ഗാനമാണോ ട്രെൻഡിങ്ങായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന ആ ഒരു സിനിമാ ഗാനങ്ങളെ ഇത്തരത്തിൽ പാരഡി ഗാനങ്ങളാക്കി മാറ്റുകയും അത് പിന്നീട് വലിയ തരത്തിൽ ഈ പ്രചരണ വേളയിലേക്ക് ഉപയോഗിക്കുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അയ്യപ്പ ഗാനം എന്ന് പറയപ്പെടുന്ന ഈ ഒരു ഗാനത്തെ അതിൻ്റെ വരികളൊക്കെ മാറ്റി പാരഡിയാക്കി ഈ പോറ്റിയെ കയറ്റിയെ എന്ന ഈ ഒരു ഗാനം പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു ഗാനമാണ് ഇത്തരത്തിൽ ഈ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കി ഇത്തരത്തിൽ വലിയൊരു പരാജയത്തിലേക്ക് പോയത് എന്നുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്തുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ ഈ ഗാനരചയിതാവിനെ പ്രതിയാക്കി സൈബർ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അരുൺ, ഓക്കെ, ഇപ്പോൾ വരുന്ന വിവരം അതാണ്. അങ്ങനെ പാരഡി പാട്ടിൽ ഇപ്പോൾ കേസായിരിക്കുന്നു. ഇതുവരെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള യുദ്ധമാണ് കണ്ടതെങ്കിൽ ഇനി അത് നിയമയുദ്ധമായി മാറാൻ പോവുകയാണ്. താങ്ക് യു അഷിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. സൈബർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. 4 പ്രതികളാണ് സൈബർ പോലീസ് എടുത്തിരിക്കുന്ന ഈ കേസിലുള്ളത്. നമുക്ക് ഒരു ചെറിയ ഇടവേള വേണം. അതിനു മുമ്പ് കുഞ്ഞുപിള്ള എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. പാട്ട് എഴുതിയാൽ കുഞ്ഞുപിള്ളയാണോ? ഇല്ലല്ലോ, കുഞ്ഞുപിള്ളയല്ല. പക്ഷേ FIR-ൽ ആ പേര് കൊടുത്തിരിക്കുന്നത് കുഞ്ഞുപിള്ള എന്നാണ്. കുഞ്ഞബ്ദുള്ളയാണ്. പേര് പോയി തെറ്റി. അപ്പൊ അന്വേഷണം എവിടെ എത്തും? FIR, അതെ, അതാണ് ഒരു സംശയം. ഇതിൽ പ്രതിയുടെ പേര് പോലും തെറ്റിച്ചാണോ എഴുതിയിരിക്കുന്നത് എനിക്ക് സംശയമുണ്ട്. ഒന്നാമത്തെ പ്രതി, രണ്ടാമത്തെ പ്രതി, നമുക്ക് ആ പേര് കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ FIR-ന്റെ കോപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. FIR-ന്റെ കോപ്പി നമുക്ക് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണിക്കാവുന്നതാണ്. എനിക്കൊന്ന് PCR പ്രസാദ് കുഴിക്കാലയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതിലെ പ്രതികളുടെ പേരുകൂടി ഉണ്ട്. കുഞ്ഞുപിള്ള എന്നാണ് കേട്ടോ.
കുഞ്ഞബ്ദുള്ള ആയിരിക്കും അല്ലേ ഉദ്ദേശിച്ചത്, അല്ലേ? കുഞ്ഞബ്ദുള്ളയാണ് പേര്. പക്ഷേ കുഞ്ഞുപിള്ള എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു പേരിലുള്ള കക്ഷി ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല. പിന്നെ ഒരാൾ ഡാനിഷ് മലപ്പുറമാണ്, CMS മീഡിയ, സുബൈർ പന്തല്ലൂർ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എഫ്ഐആറിൽ പറയുന്നത് 1 മുതൽ 4 വരെ പ്രതികൾക്ക് ഇന്റർനെറ്റ് മാധ്യമം വഴിയും നേരിട്ടും പൊതുജനങ്ങൾക്കിടയിലും വിശ്വാസ സമൂഹത്തിലും മതവിശ്വാസം തകർത്ത് മതവികാരത്തെ അപമാനിക്കും വിധം മതവികാരം പ്രചോദിപ്പിക്കണമെന്നും മതവിശ്വാസ സമൂഹത്തെ പരസ്പരം ഇളക്കിവിടണമെന്നും മനഃപൂർവ്വമായ ഉദ്ദേശത്തോടെയും കരുതലോടും കൂടി 16/12/2025 തീയതിക്ക് മുമ്പുള്ള ഏതോ ദിവസം 1-ാം പ്രതി അയ്യപ്പ ഭക്തിഗാനത്തെയും ശരണമന്ത്രത്തെയും അപമാനിക്കും വിധം മതവിശ്വാസികൾക്കിടയിൽ വിദ്വേഷം വളർത്തുന്ന വിധവും മതസൗഹാർദ്ദം ഇല്ലായ്മ ചെയ്യുന്ന വിധവും സമൂഹത്തിൽ സമാധാന ലംഘനം ഉണ്ടാകണമെന്ന ഉദ്ദേശത്തോടു കൂടി പോറ്റിയെ കേറ്റിയെ എന്നു തുടങ്ങുന്ന ഗാനം നിർമ്മിച്ചും 2-ാം പ്രതി പാട്ട് പാടിയും 3-ാം പ്രതി പാട്ടിനെ ചിത്രീകരിച്ച് 4-ാം പ്രതി ടി ഗാനത്തിന് നിർമ്മാണം നിർവഹിച്ചും 1 മുതൽ 4 വരെ പ്രതികൾ ടി പാട്ടിനെ യൂട്യൂബ് ഉൾപ്പെടെയുള്ള ഇന്റർനെറ്റ് നവമാധ്യമങ്ങൾ വഴിയും നേരിട്ടും പ്രചരിപ്പിച്ചതിൽ ഹിന്ദുമത വിശ്വാസിയും അയ്യപ്പ ഭക്തനുമായ ആവലാതിക്കാരനും മറ്റു ഭക്തർക്കും മതവിശ്വാസത്തെ ദോഷകരമായി ബാധിച്ചതിൽ പ്രതി മേൽ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ എഫ്ഐആറിൽ ചേർത്തിരിക്കുന്നത്. വിശദമായ ഒരു എഫ്ഐആറാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക്